നഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടി മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ജപ്പാനിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണോ ബ്രോ ആ ഒരു ട്രെയിൻ ഓടുന്നതെന്ന് ചോദിച്ചാൽ യെസ്, ഇതിന് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഐ ആം ശരത്. ദിസ് ഇസ് ഡേ 46 ഓഫ് 100 Days 100 Story സീരീസ്. സോ ഞാനിടുന്ന ഈ കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യാം. ജപ്പാനിൽ ഹൊക്കാഡിയോ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ക്യൂഷിരാട്ടക്കി എന്ന് പറയുന്ന സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷൻ നഷ്ടം കാരണം നിർത്താനായിട്ട് തീരുമാനിച്ചു. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവിടെ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനും ആരും തന്നെ അത്ര യൂസ് ചെയ്യുന്നില്ല. ഇവരെ എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന സമയത്താണ് റെയിൽവേ ഓഫീസേഴ്സ് ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഒരു ഹൈസ്കൂൾ ഗേൾ മാത്രം ഡെയിലി സ്കൂളിൽ പോകുന്നത് ഈ ഒരു ട്രെയിനിലൂടെയാണ്. ഈ ഒരു ട്രെയിനിന്റെ സർവീസ് സ്റ്റോപ്പ് ചെയ്താൽ ആ ഒരു കുട്ടിക്ക് സ്കൂളിലോട്ട് പോകാനായിട്ട് പറ്റൂല. ഇതറിഞ്ഞപ്പോൾ റെയിൽവേ ഓഫീസേഴ്സ് മറിച്ച് ഒന്നും തന്നെ ചിന്തിച്ചില്ല. ആ ഒരു പെൺകുട്ടിക്ക് ക്ലാസ്സിൽ പോകാൻ വേണ്ടി മാത്രം അവർ ആ ട്രെയിൻ സർവീസ് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്തു. വേറെ ആരും തന്നെ ആ ഒരു ട്രെയിനിൽ കയറാത്തതുകൊണ്ട് ആ ഒരു കുട്ടിയുടെ സ്കൂൾ ടൈമിനനുസരിച്ച് നേരത്തെ സ്കൂളിൽ എത്താനും സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന രീതിക്ക് അവർ കറക്റ്റ് ആയിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ആ ഒരു ട്രെയിൻ വർഷങ്ങളോളം മോഡേണായിട്ട് തുടങ്ങി. ഫൈനലി 2016 മാർച്ചിൽ ആ ഒരു കുട്ടി ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് അവർ ആ ഒരു ട്രെയിനും റെയിൽവേ സ്റ്റേഷനും തന്നെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തത്. ജപ്പാനിൽ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷന് പോലും അവർ ഇത്ര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ എന്താ തോന്നി എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യുക.